ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അടിപൊളി കേട്ടോ, നല്ല ഡ്രസ്. പൊന്നോ, അമ്മ അരമണിക്കൂർ മേക്കപ്പ് ചെയ്തതാ. സെൽഫി നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ, ഇവിടെ വരുമ്പോഴും എന്തെങ്കിലും മേടിച്ചു തരും. അപ്പൊ ഈ വട്ടം ഞാൻ പറഞ്ഞു വേണ്ട, ആ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ എടുത്തരും, അതിന്റെ കൂടെ അണ്ണ എന്തെങ്കിലും തരാറുണ്ട്. അപ്പൊ ഈ വട്ടം ഞാൻ പറഞ്ഞു അണ്ണ എനിക്കിങ്ങനെ മേടിക്കാന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ട അണ്ണേ, കാരണം അത് ഇപ്പൊ സ്വർണത്തിന് തീ പിടിച്ച വിലയാണ്, അത് തന്നാൽ എനിക്ക് മാത്രമേ സന്തോഷമാവും. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങളെയും കൂടെ ഒരു ഹാപ്പി ആക്കണ്ടേ. എങ്ങനെയുണ്ട് ബിരിയാണി? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനും ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാൻ ഷർട്ടൊക്കെ ഇട്ടപ്പോൾ നിങ്ങൾ അറിഞ്ഞാണല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെയും അണ്ണൻ്റെയും 9ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 9 വർഷമായി ഞാൻ അണ്ണനെയും സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി അണ്ണൻ എന്നോട് പറയാണ്, അയ്യോ 9 വർഷം ഞാൻ നിന്നെ എങ്ങനെ സഹിച്ച്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ പരിപാടിയോ ആഘോഷമോ ഒന്നുമില്ല. എല്ലാ വർഷവും ഞങ്ങൾ അണ്ണൻ ഉള്ളപ്പം, അണ്ണൻ നാട്ടിൽ ഇപ്പം 3 വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സാധാരണ ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു മോനുകുട്ടനായതിന് ശേഷമുള്ളൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നാട്ടിൽ ലീവിനുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി, പിന്നെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെ ഈ 3 വർഷമേ ഉള്ളൂ ഞങ്ങൾ ഒരുമിച്ച്. ബാക്കിയൊക്കെ അണ്ണ ഇങ്ങനെ സൗദി അറേബ്യയിലും ഞാൻ ഇവിടെയായിരുന്നു. അപ്പോൾ ഇപ്പം ഈ വർഷത്തെ ഒരാളും കൂടി ഇരുന്ന് വീഡിയോ എടുക്കേണ്ടതാണ്. പക്ഷേ രാവിലെ ആയപ്പോൾ അണ്ണന് 1-2 അത്യാവശ്യമായിട്ട് ഫോണൊക്കെ വന്നു. ഇങ്ങനെ പോകേണ്ട, ഒന്ന് പോയി കണ്ട് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അണ്ണൻ നാളത്തേക്ക് ഒരു കാര്യം വെച്ചാലും ശരിയാവൂല. ഒരു സൈഡിൽ നമ്മുടെ സന്തോഷങ്ങൾ നടക്കണം, മറു സൈഡിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണൻ നാളത്തേക്ക് വെച്ചാൽ ശരിയാവില്ല, അണ്ണൻ പോക്കോ, പോയിട്ട് ഇപ്പോൾ വരും. കുറച്ച് നേരം ഇപ്പോഴും കുറച്ച് മുമ്പ് എന്നെ ഫോൺ വിളിച്ചു, ഇപ്പോൾ വരും, ഇപ്പം വരും. പിന്നെ ഇന്ന് ഇലക്ഷനാണ്, അണ്ണൻ വോട്ട് ചെയ്യാനൊന്നും പോയില്ല, എന്നെ വന്നിട്ട് പോവും. അപ്പം അണ്ണന് ഒരു കപ്പ് താഴെ വീണ്. അപ്പോൾ ഷാദാറിന് ഓട്ടുണ്ട്. ഇന്നലെ അണ്ണൻ്റെ അമ്മ വന്നപ്പോൾ സ്ലിപ്പ് കൊണ്ട് തന്നു. എനിക്ക് ഓട്ടില്ല, എനിക്കറിയത്തില്ല എന്താണ്. പക്ഷെ പഞ്ചായത്തോട്ടാണെങ്കിൽ അവർ ഓട്ടും ഒരു ഓട്ട് പോലും അവർക്ക് വിലപ്പെട്ടേല്ലേ, എല്ലാം ശരിയാക്കി നമ്മളെ എന്നെ സ്കൂട്ടിയിലൊക്കെ വന്ന് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അണ്ണൻ പണ്ടത്തെങ്ങാട് ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു, പിന്നുള്ളത് ഇപ്പോഴാണ്. അപ്പോൾ അണ്ണ എന്നോട് ചോദിക്കും, ആ കൊണ്ടുപോയ ആൾക്കാർക്ക് തന്നെയാണോ നീ ഓട്ടോ എടുത്തത്? നമ്മുടെ നാട്ടിലെ കൊച്ചു പയ്യന്മാർ വന്ന് കൊണ്ടുപോകല. ഞാൻ പറയുമോ ഇവിടുന്ന് എനിക്ക് വ്യക്തിപരമായി ഞാൻ വോട്ട് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ അത്തയുടെ ഫാമിലി മൊത്തം കമ്മ്യൂണിസ്റ്റ്, അമ്മയുടെ ഫാമിലി മൊത്തം കോൺഗ്രസ്. അത്ത വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അമ്മ പറയും ദാണ്ടേ ഇങ്ങനെ പറയും. അത്ത പക്ഷേ തിരിച്ചു വന്നിട്ട് ഞാൻ കൊടുത്തില്ല, അമ്മയോട് പറയണ്ടാന്ന്. അപ്പോൾ അങ്ങനെ അണ്ണൻ്റെയും ഫാമിലി മൊത്തവും കോൺഗ്രസ് എന്നുള്ളതാണ്. പക്ഷെ എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല. കാരണം വെച്ചാൽ ആർക്കും കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. നമുക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളൊരു ഇതാണിത്. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ തന്നെയും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ചെറുക്കന്മാരാണ്. നമ്മൾ അവരുടെ അടുത്ത് ഇപ്പം ഞാൻ പറയാറില്ല, അണ്ണൻ സൗദിയിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറയാം എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ഇവർക്ക് ഈ ഫോട്ടോ, ഈ തീരെ പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇവർ എന്തെങ്കിലും ഒരു 500 രൂപ കൊടുത്താലും അവരെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടും കേട്ടോ. നമ്മളൊന്നും അങ്ങനെ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്കേ അവർ ചെയ്യൂ. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. എനിക്കതുകൊണ്ട് അതിലൊന്നും യാതൊരു ഇതുമില്ല. വോട്ട് ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ലാത്ത ഒരാളാട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അത്ത ഗൾഫിലാണെന്നല്ല, അത്താക്ക് മാത്രമേ ഉള്ളൂ വോട്ട്. എൻ്റെ അനിയനും ഇല്ല, എൻ്റെ അമ്മയ്ക്കും ഇല്ല. എന്താണോ ഇതൊക്കെ നമ്മുടെ പാർട്ടിക്കാരൊക്കെ ചെയ്യാത്തതാണ്, ലിസ്റ്റിൽ പേര് വരാത്തത്. അപ്പം അണ്ണനുള്ളതും കൊണ്ട് അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇരുന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ അണ്ണൻ അങ്ങനെ ഇലക്ഷനൊന്നും ഉണ്ടാവാറില്ലല്ലോ, ഇപ്പം നാട്ടിൽ ഉള്ളയില്ലേ, പോയി ചുമ്മാ ഒന്ന് കുത്തിയിട്ട് പോയ ഒരു രസം. നമ്മുടെ സ്കൂളിൽ കാറയിൽ RBM സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ. ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഫാനൊന്നും ഇടാൻ പറ്റുന്നില്ല, ഞാൻ വിയർത്തൊലിക്കുന്നു. അപ്പോൾ രാവിലെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു, വലിയ ജോലിയൊന്നും ഇല്ല, പാത്രമൊന്നും കഴുകാനില്ലായിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ
ഡ്രസ്സ് എടുക്കാനോ അതിനൊക്കെ പോയി. വീട്ടിൽ നമ്മുടെ അനിയൻ ഗൾഫിൽ പോവാണ്, പ്രവാസിയാവുകയാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ അവിടെ ആയിരുന്നു. പിന്നെ ഇനി പൂച്ചക്കുട്ടി നമ്മളിങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ശീലമായാൽ ഇങ്ങനെ വരും, അമ്മാന്ന് കരഞ്ഞ്. അങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ പോയതാണ്. അപ്പം എന്ത് ഞാൻ പറഞ്ഞോണ്ടെന്നേ മറന്നുമില്ല. അന്നേരം പിന്നെ അവിടെ പോയി. അങ്ങനെ പാത്രങ്ങളൊന്നും അങ്ങനെ കഴിയാനൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ തൂത്തു തുടച്ചു. മോനുകുട്ടനും പൊന്നൂസിനും ഉറക്കമാണ് കേട്ടോ, എണീറ്റില്ല. അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഉച്ചത്തേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല. വിശേഷമുള്ള ദിവസമാണെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ അണ്ണൻ പറഞ്ഞു, പിന്നെ എനിക്ക് അണ്ണൻ എപ്പോഴും എന്നെ ആ കാര്യത്തിൽ എനിക്ക് തളർത്തുന്ന ഒരാളാട്ടോ. നിങ്ങൾ പല വീഡിയോയിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അണ്ണൻ പറയും, ഇത് ബുദ്ധിമുട്ടാണല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാമായിരുന്നല്ലോ. അതുപോലെ അണ്ണൻ പറയും. അപ്പം ഞാൻ ഉണ്ടാക്കാൻ തന്നെ അണ്ണൻ പറയും, ഞാൻ അവിടെ പോയിട്ട് വരുമ്പോൾ നീ ഒറ്റയ്ക്ക് കിടന്നെല്ലാം ചെയ്യണ്ടേ, വേണ്ട, അതിൽ നല്ല നമുക്ക് ഇതുകൊണ്ട് അവിടെ വിളിച്ച് തന്നെ ബിരിയാണി കിട്ടും, അവിടെ നിന്ന് വാങ്ങാം എന്ന് പറയും അണ്ണൻ. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ അണ്ണൻ ഒരു കടയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉച്ചത്തേക്ക് ബിരിയാണി അത്രയേ ഉള്ളൂ. അപ്പം സാധാ ചോറ് ഞാൻ വെക്കാമെന്ന് പറഞ്ഞാൽ അണ്ണൻ പറയും, വേണ്ട വേണ്ട ബിരിയാണി അത് വാങ്ങാം നമുക്ക്, പിന്നെ കഷ്ടപ്പെടുകയും വേണ്ട. അണ്ണൻ അങ്ങനെ ഒരു മൈൻഡാട്ടോ. അങ്ങനെ നമുക്ക് ഉച്ചത്തേക്ക് ബിരിയാണി ഉണ്ട്. അപ്പോൾ വലിയ ജോലിയും പാടിയും ഒന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളടുത്ത് ഇച്ചിരി നേരം കത്തി വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താണ്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും അണ്ണ എനിക്ക് ഗൾഫിലാണെങ്കിൽ പോലും ആരെങ്കിലും വരുന്ന സമയമായില്ല, ഒരു 1.5 മാസം മുമ്പ് ആണ് വെഡിങ് ആനിവേഴ്സറിയെങ്കിലും കൊടുത്തു വിടും. എന്നിട്ട് എന്നോട് പറയാം, അന്നത്തെ ദിവസം നീ ഇട്ടാൽ മതി, അപ്പം അല്ലെങ്കിൽ ആരും വരാനില്ലാത്ത സാഹചര്യമാണെങ്കിൽ അന്ന് എനിക്ക് പൈസ അയച്ചിട്ട് പറയും, എൻ്റെ മനസ്സിൽ ഞാൻ നിനക്ക് ഈ സാധനം വാങ്ങണമെന്ന് ആഗ്രഹം, കൊലുസാണ് കഴിഞ്ഞ വട്ടം കൊടുത്തു വിട്ടത്, അപ്പം അത് വാങ്ങ് എന്ന് പറയും. അപ്പം ഈ വട്ടമല്ല, അതിന് അങ്ങേ വട്ടം കഴിഞ്ഞ വട്ടം മോതിരം തന്നെ ഒരു ഡയമണ്ടിൻ്റെ മോതിരം വാങ്ങിച്ചു തന്നായിരുന്നു അണ്ണനാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, അണ്ണ ഐ ഡി കാർഡ് എടുത്തോണ്ടാ പോയെന്ന്. അണ്ണൻ പറയും, ഇനി രണ്ടാമതൊന്ന് ട്രിപ്പ് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതെടുത്ത് പോക്കറ്റ് വെച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്യൂ ആണ്. ഞാനിപ്പോൾ വോട്ട് ചെയ്തിട്ട് അങ്ങ് വരാം, പിന്നെ വരണ്ടല്ലോ, നിന്നെ ഞാൻ നോക്കാൻ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റിൽ, ഉണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് വന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വിളിച്ച് പറഞ്ഞതാണ്. രാവിലെ എൻ്റെ കാലിൽ ഇങ്ങനെ നോണ്ടെന്ന്. ഇപ്പോൾ ഈ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് രാവിലെ കാണേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അന്നേരം ഞാൻ ചാടി എഴുന്നേൽക്കുന്നത്. പിന്നെ അണ്ണൻ്റെ ആഗ്രഹം ഇന്നലെ രാത്രി കേക്ക് മുറിക്കണമെന്ന്. അണ്ണൻ എന്നോട് പറഞ്ഞാൽ നമുക്ക് 12 മണിക്ക് കേക്ക് മുറിക്കാം. ഞാൻ പറഞ്ഞു 12 മണിക്ക് നമ്മൾ കേക്ക് മുറിച്ചാൽ പിറ്റേന്ന് പുത്തനൊക്കെ ഇട്ട് നിൽക്കുമ്പം പിന്നെ ഒരു കേക്ക് മുറിക്കണ്ടേ, 2 കേക്ക്. അപ്പോൾ അണ്ണൻ പറഞ്ഞു വേണ്ട അത് ചിലവ്, അത് വേണ്ട. കാരണം അതുമല്ല, ഈ കേക്ക് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇപ്പോൾ ഒരു പീസ് കഴിച്ച് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഒന്നുകൂടെ കഴിക്കും, അത്രേ ഉള്ളൂ. മോട്ടനും പൊന്നൂസും ആണെങ്കിൽ തന്നെയും 1 or 2 പീസ് കഴിക്കും. ഇപ്പോൾ ഒരു പീസ് മൊത്തം കൊടുത്താലും കഴിക്കത്തില്ല, കുറച്ച് കഴിഞ്ഞ് അമ്മ ഇച്ചി കേക്ക് തരുമെന്ന് പറഞ്ഞാൽ പിന്നെ കഴിക്കും. അണ്ണ ഒരു പീസേ കഴിക്കൂ. കാരണം വെച്ചാൽ അണ്ണ ഈ കോഫി ഷോപ്പിൽ നിന്ന് മധുരം അണ്ണന് കണ്ടുള്ളൊരു ഇത് ഇഷ്ടമല്ല. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ആവും, പിന്നെ അപ്പുറം കൊടുക്കാൻ കേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക ഫ്രണ്ട്സ്, ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് മറന്നു. എനിക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ പറയണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോണൊക്കെ ഓണാക്കി പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞു വന്നപ്പോൾ വേറെ വഴുതി പോയി കേട്ടോ. അപ്പോൾ എൻ്റെ പുത്തൻ നൈറ്റിയാണ് വിശേഷമെന്ന് പറഞ്ഞാൽ രാവിലെ പുത്തൻ ഇടണമെന്നുള്ളൊരു ഇത് അണ്ണൻ്റെ കൂടെ വന്നേ പിന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലായിരുന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല, ബർത്ത്ഡേക്ക് പുത്തനേ എടുക്കാറില്ല. ചിലപ്പോൾ മുട്ടായി മേടിച്ചു സ്കൂളിൽ. അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ, അണ്ണൻ്റെ ആ കാലഘട്ടത്തിൽ എങ്ങനെ, ഞാനും അണ്ണനും ഒന്നതിന് ശേഷവും പിന്നെ പൊന്നൂസും മോണ്ടനും വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളൊക്കെ നമ്മുടെ ഒരു സന്തോഷമാണ് ഫ്രണ്ട്സ്. അങ്ങനെ പുത്തൻ നൈറ്റിയാണ്, കൊള്ളാമോ ഫ്രണ്ട്സ്? ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ചുരിദാർ എടുത്തു, അണ്ണന് ഷർട്ട് എടുത്തു, പൊന്നൂസിന് മോണ്ടനും എടുത്തു. അപ്പം നമ്മൾ 4 പേരെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പുത്തനെടുത്ത ഒരാൾക്ക് മാത്രം എടുത്തില്ല. അണ്ണൻ്റെ ബർത്ത്ഡേ ആ, അണ്ണൻ സൗദി അറേബ്യ ആണെങ്കിൽ പോലും അണ്ണന് ഞാൻ ഷർട്ടും പാൻറ്റും വാച്ചും ഒക്കെ മേടിച്ച് വെക്കും ഇവിടെ. എന്നിട്ട് ഞങ്ങൾക്കും എടുക്കാതിരിക്കത്തില്ല, കുഞ്ഞുങ്ങൾക്കും എടുക്കും. ഒരു ചെരുപ്പ് മേടിക്കാൻ ഞങ്ങൾ കടയിൽ കയറിയാൽ പോലും ഞങ്ങൾക്ക് 3 പേർക്കും മേടിക്കും. അണ്ണൻ ഇപ്പം പൊന്നൂസിന് മാത്രം ചെരുപ്പ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചു തരും. അപ്പം ഞങ്ങൾക്കൊരു ഭയങ്കര വിഷമമാണ്, ഒരാൾക്ക് വേണ്ടി ഒന്നും എടുക്കത്തില്ല. അത് എൻ്റെ അണ്ണൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 9 വർഷങ്ങളായി ഞങ്ങൾ ഒന്നായിട്ട് ഫ്രണ്ട്സ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പണ്ട് 8ലും 10ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രേമം ഇങ്ങനെ കണ്ണിൽ കൂടെ ഒക്കെ തോന്നിയ സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇന്നിവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ നിങ്ങളടുത്ത് വീഡിയോ ചെയ്യുമെന്നൊക്കെ. ഞാൻ സ്നേഹിക്കുന്ന സമയത്ത്
നമ്മളെ നാട്ടിൽ ഈ അണ്ണൻ വീട്ടിലും ഒക്കെ അറിയിച്ചൊരു സമയമുണ്ടല്ലോ, സിറ്റുവേഷൻ +2 ഒക്കെ കഴിഞ്ഞൊരു സമയം അറിയിച്ച് ഇരുന്ന സമയത്ത് ഇതുപോലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. അങ്ങനെ ആ കല്യാണത്തിന് പോയപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യുമായിരുന്നു എല്ലാവരും കൂടെ. ഈ നമ്മുടെ ഈ പെരിയമ്മമാരെ അങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവരും അറ്റാക്കായിരുന്നു. പിന്നെ അഹങ്കാരം എന്നല്ലാതെ എന്തോ പറയാൻ, അങ്ങനെ ഇങ്ങനെ ഈ പ്രേമവിവാഹമൊന്നും എങ്ങും എത്തിയിട്ടില്ല, കൊച്ചിന് അഹങ്കാരം. എന്നിട്ട് അമ്മായിയും വായി വന്നൊക്കെ പറയുകയാണ് കേട്ടോ. അന്നേരം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കല്യാണം എല്ലാം ഉറപ്പിച്ചതിന് അന്നോട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനി പഠിച്ചോനെ ഞാൻ എൻ്റെ മൈൻഡ് അങ്ങനെ. പക്ഷേ സാധാരണ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച അണ്ണ അതാണ്. പക്ഷേ ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് ഇവരൊക്കെ പറയുന്ന പോലെ ആയിരിക്കുമോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കുമോ അണ്ണൻ്റെ ഇനി സ്വഭാവം യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലേ. ഇത്രയും വർഷം പ്രേമിച്ചിട്ടും എനിക്ക് സംശയമായിരുന്നു കേട്ടോ. അണ്ണൻ പറയും നിനക്കല്ലെങ്കിൽ ഇപ്പോഴും സംശയം മാറിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരുപാട് വട്ടം പഠിച്ചോനെ എൻ്റെ തീരുമാനം ശരിയാവണേ, പഠിച്ചോനെ എൻ്റെ നല്ല ജീവിതം തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. കല്യാണം ഉറപ്പിച്ച സമയമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്തിട്ട് ഇവരുടെയൊക്കെ മുമ്പ് ഇവർക്കൊക്കെ ചിരിക്കാനൊരു വക ഉണ്ടാവുമോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പഠിച്ചോൻ എനിക്കത് പഠിച്ചവൻ ഒരുപാട് വട്ടം എനിക്ക് കാണിച്ചു തന്നു, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമാണെന്ന്. എൻ്റെ ലവ് സ്റ്റോറിയൊക്കെ പറഞ്ഞത് നിങ്ങൾക്കറിയാം. ഒരുപാട് സിറ്റുവേഷൻ ഞാൻ ഒറ്റപ്പെട്ട സമയങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ കേരളത്തിലൊക്കെ നമ്മൾ ഓരോ ന്യൂസ് വായിക്കുമ്പം നമ്മുടെ വീട്ടുകാർ ചില സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാത്ത സമയങ്ങളിലും ഒക്കെയാണ് പെൺപിള്ളേർക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട പോലും വന്നിട്ടില്ല. ഒരു നിമിഷം ഒരു വിഷമം ഉണ്ടാകുമ്പോൾ തന്നെ അണ്ണൻ വശത്ത് ഓരോന്ന് വിഷമിപ്പിക്കും. സൗദി അറേബ്യ ആരെങ്കിലും പോലും ഏത് നേരവും അണ്ണൻ എനിക്ക് ഫോണിൽ കൂടെ ഉള്ള ഇതാണ്. അണ്ണൻ അവിടെ കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു ഹെഡ്സെറ്റ് ചെവിയിലും ഒരു ഹെഡ്സെറ്റ് ഇങ്ങനെ താത്തിടും. കാരണം ഇവിടെ കസ്റ്റമർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയും ഒരു 2 നില വീട് വെക്കാനുള്ള കാശാണ് അപ്പം ഫോൺ വിളിച്ച് കളയുന്നതെന്ന്. പക്ഷെ അണ്ണൻ പറയാം അതിലൂടെ കിട്ടുന്ന സന്തോഷം അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പം അമ്മ ആ ഒരു ഇത് അണ്ണ എനിക്ക് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല ഒരിക്കലും, ഒരു കാര്യത്തിനും. ഇപ്പം വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ജോലി ചെയ്യുമ്പോൾ അണ്ണ എൻ്റെ കൂടെ വന്ന് ഞാൻ വിളിക്കും, അണ്ണ വാ അണ്ണ. കാരണം ഒരുമിച്ചിരിക്കണം എന്നുള്ളൊരിത് എപ്പോഴും ഉണ്ട് രണ്ടുപേർക്കും. ആ ഒരു മടുപ്പ് ഇതുവരെയും തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച സമയത്ത് അമ്മ ഇതുപോലെ ഉറപ്പിച്ച് 1 മാസമേ ഉള്ളൂ. അമ്മ ഇതുപോലെ ആച്ചാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മ ഇതുപോലെ ടൗണിലൊക്കെ പോയപ്പം തിരിച്ച് നമ്മളിങ്ങനെ ജീപ്പ് വിളിച്ച് വരുന്ന പോലെ ഓട്ടോ വിളിച്ച് വരുമല്ലോ. അപ്പം ഒരു 3-4 നമ്മുടെ നാട്ടിലുള്ള 3-4 മാമിമാർ അതിൽ കയറി ഇങ്ങനെ അമ്മാട് പറ കൊച്ചിൻ്റെയൊക്കെ അഹങ്കാരം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, 1 മാസം ഉണ്ടല്ലോ കല്യാണത്തിന്, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, പിന്നെ ഇതൊക്കെ പ്രായത്തിൻ്റെ ഇതാ അങ്ങനെ ഇങ്ങനെ. അപ്പം അമ്മ അത് വീട്ടിൽ വന്ന് പറഞ്ഞ് അവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, നാട്ടിലുള്ളവർക്കല്ലേ പ്രശ്നം. അപ്പം പിന്നെ നമ്മുടെ ഈ ഗോൾഡിൻ്റെ കാര്യം അതൊക്കെ ആയിരുന്നല്ലോ, ഇനി അതൊന്നും പറയുന്നില്ല, കഴിഞ്ഞ കഥകളല്ലേ. അപ്പം ആ ഒരു സമയത്ത് വിഷയം വിളിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആക്കിയത്, അങ്ങോട്ട് വിളിക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് പിന്നെ അണ്ണൻ ഇങ്ങനെ കല്യാണം വിളിക്കാൻ പോയപ്പോഴൊക്കെ പറയും, ചെറുക്കാ നിനക്ക് വേറെ ജോലിയില്ലയോ, അവരുടെ വീട്ടിൽ കടവും കടക്കണിയാണ്, അതെല്ലാം അവസാനം നിൻ്റെ തലയിൽ വരും, ആലോചിര് എന്നൊക്കെ കല്യാണം വിളിക്കാൻ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അണ്ണൻ്റെ അമ്മഅടുത്തൊക്കെ. അപ്പോൾ എന്നെ ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇത് പറയും. അപ്പോൾ എനിക്കുണ്ടാകുന്നൊരു മാനസിക വിഷമമുണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. പക്ഷേ എന്തോ നിങ്ങൾ കാണുന്നതാണ് എൻ്റെ ലൈഫ്. അണ്ണൻ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അണ്ണൻ എവിടെയെങ്കിലും പോകാൻ അവായൊക്കെ ഒരുങ്ങി നമുക്ക് പുറത്തു പോകാം. അങ്ങനെ ആ ഒരു സന്തോഷമൊക്കെ കല്യാണത്തിന് ശേഷമാണ് കിട്ടിയത് കേട്ടോ. അതിന് മുമ്പൊക്കെ ഈ പെൺപിള്ളേർ സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ വെളി ഇറങ്ങരുതെന്നൊക്കെ ഉള്ളൊരു നാട്ടിൻ പ്രദേശമാണ് ഞങ്ങളുടെ. ഞാനങ്ങനെ രാത്രിയൊന്നും പോയിട്ടില്ല. പണ്ടങ്ങാണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പനിയായ സമയത്ത് രാത്രി പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ അമ്മച്ചി വീട്ടിലൊക്കെ അത്ത വന്ന സമയം പോയിട്ട് തിരിച്ച് വരുമ്പം രാത്രി വരും, അതൊക്കെ ഉള്ളൂ. അല്ലാതെ കറങ്ങാനും എടുക്കാനൊന്നും ഞങ്ങൾ രാത്രി പോയിട്ടില്ല. പക്ഷേ എനിക്കോ അണ്ണനോ കിട്ടാത്ത എല്ലാ സന്തോഷങ്ങളും ഞങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട്. അണ്ണൻ എപ്പോഴും പറയും പൊന്നൂസും മോണ്ടനെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാ, നമുക്കിതൊന്നും കിട്ടിയിട്ടില്ലെന്ന്. കാരണം അവർ ജനിച്ചപ്പോഴേ കാറിലാണ് സഞ്ചരിക്കുന്നതും, ശനി ഞായർ അവർ പുറത്ത് പോകുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ടൂർ പോകുന്നുണ്ട്, വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, ഇപ്പോൾ പെരുന്നാൾ വന്നാലും ടൂറ് കൊണ്ടുപോകുന്നുണ്ട്, എല്ലാം. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് 2 പേർക്ക് കിട്ടില്ല. അങ്ങനെ 2 പേരും ഒന്നായതിന് ശേഷമാണ് കിട്ടിയത്.
അണ്ണന് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായപ്പം അണ്ണൻ്റെ മൈൻഡ് അങ്ങനെയാണ്, സന്തോഷം. അത് കൂടെ എനിക്കും കിട്ടി. അപ്പം ഞാനും അണ്ണൻ്റെയും ശരി, ഞങ്ങളുടെ ശരി ഏറ്റവും വലിയ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ തീരുമാനം ഏറ്റവും വലിയൊരു ശരിയാണ്. പഠിച്ചവനെ ഒരുപാട് വട്ടം തോന്നിച്ചിട്ടുണ്ട്. അപ്പോൾ കുറ്റപ്പെടുത്തിയവരുടെയും പരിഹസിച്ചവരുടെയൊക്കെ മുമ്പ് ഈ 9 വർഷം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റി. അപ്പം എന്നോട് ഞങ്ങളുടെ ഈ ഒരു മാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ മോളെ നീ തിരഞ്ഞെടുത്ത ജീവിതം നിനക്ക് നല്ലതായി, അപ്പം എപ്പോഴും ദുആ ചെയ്യണം, അവൻ്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളല്ലെന്ന് ദുആ ചെയ്യണം, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞവരുടെ മുമ്പിലൊക്കെ മാറ്റി പറയാൻ പറ്റി 9 വർഷം കൊണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം അണ്ണ ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ വിങ്ങുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്നെ ഇവിടെ കളിയാക്കിയാനെപ്പോൾ. അതെന്തായാലും ഇതായി. അപ്പം അതൊക്കെ കളാം. ഇന്നൊരു സന്തോഷമുള്ള ദിവസമായിട്ട് ഞാൻ ഇരുന്ന് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് വെറുതെ സെൻഡ് അടിക്കുന്നത് എന്തിനാണ്. അപ്പോൾ വിഷ് ചെയ്ത് വാട്സപ്പിലൊക്കെ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ എല്ലാവർക്കും ഇരുന്ന് കമൻറ്റ് കൊടുക്കണം, റിപ്ലൈ കൊടുക്കണം. പിന്നെ അണ്ണ ഇപ്പോൾ വരും. അന്നേരത്തേക്ക് പൊന്നൂസിനെ മോണ്ടനെയൊക്കെ വിളിച്ച് കുളിപ്പിച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് നിർത്തട്ടെ. അപ്പോൾ എന്തായാലും മുത്തുമണീസ് അണ്ണ ഇനി വന്നിട്ട് കാണാം കേട്ടോ. അണ്ണൻ വന്നേ, വോട്ട് ചെയ്തോ നോക്കട്ടെ കൈ. ആ എനിക്കുണ്ടോടി, ഒരുപാട് നോക്കി പക്ഷേ ഇവിടെ ഇല്ല. എനിക്ക് ഇനി 5ാം വാർഡിലാണോ സംശയം. കഴിഞ്ഞോട്ടെ 7-ലാണല്ലോ ചെയ്തേ. പിന്നെ വോട്ട് ചെയ്തിട്ടെന്തുവാ, നമുക്കൊരു പൈസ വല്ലതും തരുമോ? കാണാണ്ണേ. പിന്നെ അയ്യോ 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 ഇല്ലാതിരുന്നൊരു വോട്ട് ചെയ്തന്നെ അഹങ്കാരം. ആർക്കാ ചെയ്തേ തന്നെ പറ. എന്നിട്ട് വേണം നാട്ടുകാരൊക്കെ അറിയും, എതിർ പാർട്ടിക്കാർ. പിന്നെ യൂ എന്റെ മോനോട്ട് മുഴുവനും നിൽക്കുവാ, എന്റെ മോനോട്ട് മുഴുവനും നിൽക്കുവാ. അതെ, പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാര് പിന്നെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടത്തുമില്ല. പക്ഷേ നമ്മള് ഈ ആദ്യം നമുക്ക് ഈ നമ്പർ ഇതൊക്കെ എടുത്ത് തരുമല്ലോ, ആരെടുത്ത് തന്നാലും ഇപ്പൊ എന്തുവാ അവർക്ക് തന്നെ കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഞാൻ പണ്ട് അങ്ങനല്ലേ, എന്നെ ആര് കൊണ്ടുവന്നോ അവർക്കല്ലല്ലോ കൊടുക്കാറ്. ആ വാ നമുക്ക് ഒരുങ്ങാം വാ. അപ്പോൾ ദേ എല്ലാവരുടെയും പുത്തൻ ഉടുപ്പൊക്കെ ഞാൻ എടുത്തിട്ടാണ്. മോനക്കുട്ടൻ്റെ ഷർട്ട്, അണ്ണൻ്റെ ഷർട്ട്, പൊന്നൂസിൻ്റെ ഷർട്ട്. അപ്പം എൻ്റെ ടോപ്പൊക്കെ എടുത്തിട്ടു. പൊന്നൂസിനെ മോനക്കുട്ടനെ എന്നെ കുളിപ്പിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അണ്ണൻ റെഡിയായി, ഞാൻ റെഡിയായി, മോനക്കുട്ട അല്ല പൊന്നൂസിനെ മോണ്ടാവാ. അപ്പം പൊന്നൂസിന്റെ ഡ്രസ്സ് നമ്മൾ ഷോപ്പിംഗ് വീഡിയോയിലിട്ടു. മോനുട്ടന്റെ ഡ്രസ്സ്, എന്റെ ഡ്രസ്സ് ഒരേ. ആ മോനുകുട്ടൻ, ആ സത്യമാ ഞങ്ങൾ രണ്ടും ഒരേ കളറ്. ആ മോനുട്ടന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒന്നും നോക്കി സെലക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ പറയുമ്പോഴാണ് ആലോചിക്കുന്നത് ഷർട്ട് ഒരുപോലത്തെയാ, പക്ഷെ കളർ വ്യത്യാസമേ ഉള്ളൂ. ആ സാലിനോടെ ഫോട്ടോ എടുക്കുമ്പോ ഒരു കോംബോ പോലൊക്കെ വരും കേട്ടോ. അപ്പൊ ഇനി നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ അണ്ണ ഇനി കേക്കൊക്കെ മേടിക്കാൻ പോവാ, ചോറൊക്കെ മേടിക്കാൻ പോവാ. അതൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് കാണാം. മുത്തുമണീസ്, അപ്പൊ നമ്മുടെ കേക്ക് കാണിക്കാം. ദേ നമ്മുടെ പൊന്നൂസ് ഇവിടെ നിന്ന് ഡയറി മിൽക്ക് കഴിക്കുക. മോനുകുട്ടൻ ഇതാണ്ട് കേക്ക് മേടിച്ചിട്ട് വന്നു. കേക്ക് കാണിച്ചു തരാം. ഫോൺ ഞാൻ സ്റ്റാൻഡിൽ വെച്ചേക്കോട്ടോ. അപ്പൊ ദേ ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക്. സാലിഹ ഷാജഹാൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വെഡിങ് എന്നല്ല ആനിവേഴ്സറി, കളറില്ല കൊള്ളും എഴുതാൻ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ മുന്നോ അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പൊ കേക്ക് മുറിച്ചാ കേക്ക് മുറിക്കാൻ പോകും. നമ്മുടെ കുട്ടി സന്തോഷം. മോനുകുട്ടൻ ഇങ്ങോട്ട്, മോനുകുട്ടന് ഭയങ്കര വിഷമം. അവനാ ഇവിടെ അല്ലെങ്കിൽ 6 ബർത്തിലേക്ക് ഇവരെ കേക്ക് മുറിക്കുന്നത്, പൊന്നു മുറിക്കുന്നില്ല. പക്ഷെ അവള് പറയുന്നത് അമ്മാടെ എത്താടെ വെടി ആനിവേഴ്സറി ഇല്ലടാ, മുറിക്കണ്ടാത്. അപ്പൊ ദേ മുറിക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മോനോട്ട് എടുത്തോ.
ഇന്ന് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആ തിന്ന് മോനോട്ട് ആര് കേക്ക് മുറിച്ചാലും ആദ്യം അമ്മ ഒരു പീസ് എടുത്തു. അടിപൊളി കേക്ക് കേട്ടോ, നല്ല ടേസ്റ്റ്. പൊന്നോ അമ്മ അരമണിക്കൂർ മേക്കപ്പ് ചെയ്തതാ. കഴിച്ചോ കഴിച്ചോ, ഒരു പീസ് എടുത്ത് കഴിക്കേ. കേക്ക് കൊള്ളാം, അടിപൊളി കേക്ക് കൊള്ളാം. അപ്പൊ ഇത് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മള് ഗിഫ്റ്റ് എടുക്കാൻ പോവാണ്. അത്താഴമായി വന്നേ. അപ്പൊ കഴിഞ്ഞ ദിവസം കടയിൽ പോയി നമ്മളെ ഗിഫ്റ്റാണ്, പിന്നെ അവരുടെ സന്തോഷമല്ലേ. അപ്പുറത്ത് പൊക്കോ. എന്റെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മോനിക്കുട്ടന്റെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുമിച്ച് 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 നമ്മുടെ അതെ, എനിക്ക് കിറ്റാറ്റും അണ്ണൻ ഇഷ്ടം മിൽക്കി ബാർ, അതുകൊണ്ട് അത് മേടിച്ചു. അപ്പം കണ്ടല്ലോ പാക്ക് ചെയ്ത് വെച്ച് അവരുടെ ഹാപ്പി പൊന്നൂസ് സെലക്ട് ചെയ്ത ഒരു വാച്ചാണ്. ഇതാണ് അവര് നമുക്ക് തന്ന ഗിഫ്റ്റ്. ആ ഇന്നലെ നമുക്ക് ഡ്രസ് എടുത്തതാണ്. ഇതില് എനിക്ക് അണ്ണൻ എടുത്ത ഇതും പിന്നെ ഞാൻ പൊന്നൂസ് സെലക്ട് ചെയ്തതാ ഈ ടോപ്പ്, മോനോടെ സെലക്ട് ചെയ്ത ടീഷർട്ടും. അവരുടെ സന്തോഷം അങ്ങനെ നടക്കട്ടെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാരും ഫുഡ് കഴിക്കാൻ വരാം. നമ്മുടെ കേക്ക് ഒക്കെ പാക്ക് ചെയ്ത് വെക്കുക കേട്ടോ, നമുക്ക് വീട്ടിലൊക്കെ കൊണ്ട് കൊടുക്കാം. അതേ നമ്മുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറൊക്കെ അതേ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സാലഡ് ഫ്രണ്ട്സ്. അപ്പം വിശന്നിട്ടിരിക്കാൻ വയ്യ. അണ്ണന് ഭയങ്കര വെപ്രാളമായിരുന്നു. രാവിലെ അണ്ണൻ പോയതല്ലേ, ക്യൂ നിന്ന് ഭയങ്കര ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പം ചോറുണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും. അങ്ങനെ കിട്ടണ്ടേ മുട്ട ബിരിയാണി. അണ്ണൻ ബിരിയാണി കഴിക്കുന്നു. എൻ്റെ ബിരിയാണി മുട്ടയില്ല, അതാ ഒരാൾക്ക് കൊടുത്തത്. അണ്ണൻ്റെ മുട്ട പകുതി പൊട്ടിച്ചു തരാം. നല്ല ബിരിയാണി കൊള്ളാം. എങ്ങനുണ്ട് പൊന്നു ബിരിയാണി? ബിരിയാണി എങ്ങനുണ്ട്? കഴിച്ചു നോക്ക്, കൊള്ളാം. എങ്ങനുണ്ട് ബിരിയാണി? നോനൂട്ടൻ ഇത പനിയുടെ ഒരു വയ്യായ്മയുണ്ട് കേട്ടോ, അങ്ങ് മാണ്ടിരിക്കുക. ഇത്ര നേരം തുള്ളിച്ചാണ് നടന്നത്. ബിരിയാണി കൊണ്ട് ഇറങ്ങുന്നില്ല. ഇത് ബിരിയാണിയുടെ കൂടെ അണ്ണൻ അമൂലിൻ്റെ ഐസ്ക്രീമും അതുപോലെ പെപ്സി മേടിച്ചിട്ടുണ്ട്. മൂന്നുകുട്ടൻ കാണാതെ വേണം കഴിക്കാൻ. മൂന്നുകുട്ടന് തണുത്ത ആഹാരങ്ങൾ കൊടുക്കത്തില്ല ഇപ്പോട്ടോ, അതുകൊണ്ടിട്ടാണ് നമുക്ക് കാണാതെ കഴിക്കണം. അപ്പം നമ്മളിത് കേക്ക് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ചോറ് നമുക്ക് മാത്രമല്ലേ മേടിച്ചുള്ളൂ. ഇന്നലെ പിന്നെ അമ്മായിയും സാലദിനെയൊക്കെ കൊണ്ടുപോയി വെളിയിൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഫുഡൊക്കെ മേടിച്ചോണ്ട് പിന്നെ അങ്ങനെ ഒരു വിഷമമില്ല. അപ്പോൾ കേക്കൊക്കെ കൊണ്ട് കൊടുത്ത് അണ്ണൻ പറഞ്ഞു നമുക്കൊന്ന് റൗണ്ട് അടിക്കാം വണ്ടിയിൽ. ഭയങ്കര ചൂടല്ലേ, വണ്ടിയിലാകുമ്പോൾ AC ഇട്ട് ഇച്ചിരി നേരം ഇരിക്കാം. അപ്പോൾ പിന്നെ അണ്ണൻ പെട്രോൾ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അണ്ണൻ പറഞ്ഞു ആദ്യം ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ കേക്ക് എടുക്കാൻ മറന്നു. അണ്ണൻ എന്നോട് പറഞ്ഞു എങ്കിൽ ഞാൻ ടൗണിൽ പോയി പെട്രോൾ അടിച്ചിട്ട് വരാം, കേക്ക് എടുത്തോണ്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കേക്ക് എടുത്തോണ്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബാക്കി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂച്ചകൾ കഴിക്കുവാണ്. ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ചൂട്. എനിക്ക് എന്തായാലും ഓട്ടില്ല. അണ്ണൻ 2-3 വട്ടം ലിസ്റ്റിൽ അവിടെ നോക്കിപ്പിച്ചെന്ന് ഓട്ടില്ല, അതുകൊണ്ട് ഇനി പോവണ്ടല്ലോ. എന്ത് പറയാരാന്ന് പറ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഇല്ല, പിന്നെ നമ്മുടെ സന്തോഷം. അപ്പം നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞ് ആരെയും വിളിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒന്നും ചെയ്യില്ലെന്ന് അണ്ണൻ പറയുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിനിപ്പോൾ എല്ലാവരെയും വിളിക്കാമല്ലോ. അങ്ങനെ എന്താ പറയുക, എന്തൊക്കെയോ പറയണം നീശ് മറന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു ഗിഫ്റ്റ് തരുന്ന കാര്യമേ. അപ്പം അണ്ണനും ഈ വട്ടം സാധാരണ എല്ലാ വട്ടവും എനിക്ക് ഗോൾഡ് തരുന്നത്. അപ്പോൾ ഈ വട്ടം മേടിക്കാൻ പോയപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ അണ്ണൻ്റെ കൂടെ ഇരുന്ന് കാറിൽ ഇരുന്ന് പറയാമേ. ഇതേ അണ്ണൻ വന്നു കയറട്ടെ. അങ്ങനെ എന്തൊരു ആശ്വാസം എന്നറിയാമോ. കറി
തണുത്ത് എ സിക്കകത്തെടുത്ത് ഭയങ്കര ആശ്വാസം. അപ്പം മുത്തുമണീസ്, അപ്പോൾ എല്ലാ വട്ടവും അണ്ണ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗോൾഡ് തരും ഗിഫ്റ്റ്. ഗൾഫിൽ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ, ഇവിടെ വരുമ്പോഴും എന്തെങ്കിലും മേടിച്ചു തരും. അപ്പോൾ ഈ വട്ടം ഞാൻ പറഞ്ഞു വേണ്ട, ആ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ എടുത്തരും, അതിൻ്റെ കൂടെ അണ്ണ എന്തെങ്കിലും തരാറുണ്ട്. അപ്പോൾ ഈ വട്ടം ഞാൻ പറഞ്ഞു അണ്ണ എനിക്കിങ്ങനെ മേടിക്കാന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ട അണ്ണേ, കാരണം അത് ഇപ്പൊ സ്വർണത്തിന് തീ പിടിച്ച വില, അത് തന്നെ എനിക്ക് മാത്രമേ സന്തോഷമാവും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങളെയും കൂടെ ഒരു ഹാപ്പി ആക്കണ്ടേ. അപ്പം എല്ലാ വട്ടവും അല്ല, കഴിഞ്ഞ പെരുന്നാളിന് അണ്ണ ഉണ്ടായിരുന്നു, അതിൻ്റെ അങ്ങേ പെരുന്നാളിലും അണ്ണ ഉള്ളായിരുന്നുകൊണ്ട് നമ്മൾ പെരുന്നാളിനൊക്കെ ഒരു ട്രിപ്പൊക്കെ പോയായിരുന്നു. അപ്പം ഈ വട്ടം പോകണമെന്ന് പറഞ്ഞ് നിന്നിയാ, പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്നാ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം അല്ലേ അണ്ണേ, നമുക്ക് ആ പൈസ എടുത്തൊരു നല്ലൊരു ട്രിപ്പ് പോവാന്ന് ഞാൻ അണ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അണ്ണന് സമ്മതിച്ചേക്കോ, സാഹചര്യം ഒത്തു വന്നാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഉടനെ പോവും അല്ലേ അണ്ണേ. അപ്പം അതൊന്നും ആയിട്ടില്ല ഫ്രണ്ട്സ്, ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു ആ ഗോൾഡ് വാങ്ങുന്ന പൈസ കൊണ്ട് നമുക്ക് പൊന്നൂസിനെ മോനക്കുട്ടനെ നമുക്ക് എല്ലാവർക്കും സന്തോഷമാവുമല്ലോ. മറ്റേ സാധനമാണെങ്കിൽ എനിക്ക് മാത്രം സന്തോഷമാവും, ഞാനിത് വല്ലപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുക, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് സാഹചര്യങ്ങളെല്ലാം ഒത്തു വരണം അല്ലേ ഉണ്ടേ, എല്ലാ കാര്യങ്ങളും ഒത്തു വരണം. വന്നാൽ നമ്മൾ ട്രിപ്പ് പോവും. അപ്പോൾ പോകുമ്പോൾ നിങ്ങളുടെ എവിടെയാണെന്നൊക്കെ പറയും. വലിയ ട്രിപ്പൊന്നും അല്ല, കുറച്ച് സന്തോഷിക്കാൻ ഒരു ട്രിപ്പ് അല്ലേ ഉണ്ടേ, അത്രേ ഉള്ളൂ. അപ്പൊ അയ്യോ അത് വന്നപ്പോ സൗണ്ട് ഒക്കെ വന്ന് പനിയൊക്കെ മാറി. ഇത് എന്തുവായത് ഇതൊക്കെ കൊട്ടാരത്തിലും എല്ലാം നമ്മൾ പോകും. അപ്പൊ വീട്ടിൽ കേക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ പരിപാടി എന്തോ അണ്ണേ, വൈകിട്ട് എന്തോ പരിപാടി അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചേക്കോ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ എവിടെയെങ്കിലും പോകണ്ടേന്ന് അണ്ണൻ പറയുന്നത്. ഞാൻ പറഞ്ഞ എങ്കിലും പോകണ്ടെന്ന് അണ്ണൻ പറയാം, എന്നാലും പുറത്തൊക്കെ പോവണ്ടേന്ന് പറ. മൈസൂർ കൊട്ടാരത്തിലാണ്. അപ്പൊ ഇവിടെയൊക്കെ ഇലക്ഷന്റെ ഒക്കെ ഭയങ്കര തിരക്കാണ്, കാണിക്കാമേ. അതെ അങ്ങോട്ട് നമ്മുടെ പേപ്പർ മില്ല് ഭാഗം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. എല്ലായിടത്തും എന്താണ്ട് പോളിംഗ് ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പോളിംഗ് ബൂത്ത് അല്ല, അത് സ്കൂളിനകത്താ. ഇതിന്റെ എന്തോ പറയുന്നത് ഷെഡോ, ഷെഡ് കെട്ടിയിരിക്കുന്നതിന് എന്തോ പറയുന്നത് നമ്മള്, അത് പറഞ്ഞു ബൂത്ത് എന്ന് പറഞ്ഞാൽ അതല്ലേ ബൂത്തൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഈ നമ്മുടെ കാറിന്റെ ഭാഗത്തോട്ടൊക്കെ ഇന്നലെ രാത്രി ഞങ്ങൾ വരാൻ നേരം ആരും ഉറക്കം പോലും ഇല്ല, മുക്കിലൊക്കെ ഭയങ്കര ആളായിരുന്നില്ലേ ഉണ്ണേ. അവരിങ്ങനെ തോരണവും കാര്യങ്ങളൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. രാത്രി ഒരു 11:30 ആയപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അമ്മായും അനിയനും ഒക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് വന്നപ്പോഴേ അപ്പം എന്താണ് ഞാൻ അങ്ങോട്ട് പോവാണ്. ഫുള്ള് വെയിലും, ദൂരെ വെയിലെന്നറിയോ. ഈ വെയില് കാരണം മോനുകുട്ടനാ ചക്കടിയോ അമ്മ ചായ എടുത്ത് ഞാൻ പറഞ്ഞു അണ്ണനെ 2 ജേർട്ടി സെലക്ട് ചെയ്ത്. അങ്ങനെ ഈ വെയിൽ കാരണം ഭയങ്കര വെയിലായതുകൊണ്ട് വൈകുന്നേരം ഒരു മഴയുണ്ട് കേട്ടോ. മഴ പെയ്യും, കാരണം ചൂട് കൂടുമ്പോൾ മഴ പെയ്യുമല്ലോ. ഭയങ്കര ചൂടാ. ഓ എന്റെ പൊന്നോ, ആന്ന് നമ്മുടെ വീട്ടിൽ AC ഇല്ലല്ലോ. അപ്പൊ ഈ വണ്ടി ഇരിക്കുമ്പോൾ ഭയങ്കര പ്രത്യേക ഒരു സുഖം കേട്ടോ. അണ്ണാ വെളിയിറങ്ങാൻ ഒക്കത്തില്ല. ഓ കേക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. വലിയ പരിപാടിയൊന്നും ആയിട്ട് ഞങ്ങളുടെ സന്തോഷം ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തോ സന്തോഷം ഇതൊക്കെ ഉള്ളൂ. അണ്ണൻ ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെയും ദേതാകുത ഡ്രസ്സ് എടുക്കും. പക്ഷെ എല്ലാ ഡ്രസ്സൊക്കെ എടുക്കും, ഒരു കേക്ക് മുറിക്കും. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര അലച്ചിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വരും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് സത്യം പറഞ്ഞ അതാണ് നമുക്ക് അണ്ണൻ പുറത്തൊക്കെ പോവാൻ. അണ്ണൻ എന്നോട് പറഞ്ഞു നീ വെറുതെ അടുക്കളയിൽ കിടന്ന് ബുദ്ധിമുട്ടണ്ട, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടാ നമ്മള് പുറത്തുനിന്നാക്കിയത്. ഫംഗ്ഷൻ നടത്തിയാലും പിന്നീട് പാത്രങ്ങൾ ആൾക്കാരെ വിളിച്ചാലൊക്കെ അണ്ണൻ പറയുന്നതാ, അവരെല്ലാം കഴിച്ചിട്ട് പോകും, പിന്നെ നട്ടു ഒടിഞ്ഞ് ജോലി ചെയ്യേണ്ട വരും, ആരെയും വിളിക്കണ്ടെന്ന് അണ്ണൻ പറയും. അതാണ് പ്രധാന കാര്യം. അവരെല്ലാരും കേക്ക് അണ്ണൻ പറയും അങ്ങനെ. അതുകൊണ്ടാ വിളിക്കാത്തത്. അതെ നമ്മള് വീട്ടില് പെപ്സി മോനുകുട്ട കണ്ടുപിടിച്ചേട്ടാ തണുത്തത്. അപ്പൊ അതുകൊണ്ട് മോനുകുട്ടനെ തണുക്കാത്തൊരു പെപ്സി ഇവിടെ വന്ന് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പോയിട്ട് ഐസ്ക്രീം എന്തുകൊണ്ടേ ആ അതെ ഇതേ എനിക്കും അണ്ണനും നാരങ്ങ വെള്ളം. ബിരിയാണി കഴിച്ചപ്പോ ഒരു മത്ത.
ഒറ്റടിക്ക് കൂടി ഒറ്റടിക്ക് എന്തൊരാശ്വാസം. ഒറ്റടിക്ക് കൂടി നാരങ്ങളും കുടിക്കും. കഷായം ഒറ്റടിക്ക് കൂടി. പക്ഷെ തണുപ്പില്ല സോഡയ്ക്ക്. ഒറ്റടിക്ക് കൂടി ഒറ്റടിക്ക് കൂടി കഷായവ. ഇത് നാരങ്ങ, ഇത് കഷായം. ഒറ്റടിക്ക് കുടിക്കണം. കുടിച്ച് കഷായം തീർന്ന്. ഗേറ്റ് തുറന്നിട്ട് ഞാൻ ഓടി വീട്ടിൽ കയറി കേട്ടോ. അവരൊക്കെ പതുക്കെ വന്നോളൂ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റൗണ്ടൊക്കെ അടിക്കാൻ പോയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ എനിക്ക് വായിൽ ഭയങ്കര ഒരു ഇത്. അപ്പം ഞാൻ അണ്ണനോട് പറഞ്ഞ അണ്ണനെ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ നോക്കാം, സ്റ്റിച്ച് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അണ്ണൻ പറഞ്ഞു ബാ എന്നാൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി സ്റ്റിച്ച് എടുത്തപ്പം ഈ നാക്ക് എപ്പോഴും നമ്മൾ ഈ തയ്യലിനകത്ത് ഇങ്ങനെ ആക്കുമല്ലോ, ആ ഒരു അസ്വസ്ഥത അങ്ങ് മാറി. എന്നാലും ഒരു 10 ദിവസം എടുക്കും. ഉപ്പുവെള്ളം കൊള്ളാൻ പറഞ്ഞു, ചൂടുവെള്ളം ഇങ്ങനെ കവിളി വെക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് ആഹാരം കഴിക്കുമ്പോൾ വാ ഒരുപാട് തുറക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ താടി താക്കാൻ പറ്റുന്നില്ല, അതാ പ്രശ്നം. 10 ദിവസമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഇനി വിശ്രമവേളകൾ ആനന്ദകരമാക്കാം. മുത്തുമണീസൊക്കെ വന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ഊരിയിട്ട് കുറച്ച് നേരം കിടക്കട്ടെ മുത്തുമണീസ്. എന്നിട്ട് ഇനി വൈകുന്നേരം നമുക്ക് ഫിലിമിന് പോവാം. ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നേക്കുവാണ്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ക്ഷീണമൊക്കെ മാറി ഫാൻ്റെ അടിയിലോട്ട് കിടന്നു. ഭയങ്കര ചൂട് കേട്ടോ. ഞങ്ങൾ മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി പൊന്നീസിൻ്റെ മോട്ടനെ ഒരുക്കി ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഇവിടെ ഒരു 10,000 വട്ടം കറണ്ട് പോയി. 10,000 വട്ടം. ഇപ്പം ഒരു 7:45 മണിയായി. അപ്പം നമ്മൾ നേരത്തെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഇന്നലെ പൊന്നൂസ് അണ്ണനൊരു നമ്മൾ ചെരുപ്പ് മേടിക്കാൻ, എൻ്റെ അനിയന് ഷൂ ഒക്കെ മേടിക്കാൻ കയറിയപ്പോഴത്തേക്കും ഒരു വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ്. അപ്പോൾ എനിക്ക് വാങ്ങിയ ചെരുപ്പും എനിക്ക് ഇട്ട് നടന്ന് നോക്കിയപ്പോഴേ ഒരു ഇച്ചിരി കാൽപാദം വെളിയിൽ കിടക്കുന്നത് പോലെ. സാധാരണ എൻ്റെ അളവ് 6-7 ഞാൻ 8 എടുത്തത്. എന്നിട്ടും ചില ചെരുപ്പിന് സൈസ് ഉണ്ടല്ലോ അതുപോലെ. അപ്പോൾ അത് കൊടുത്ത് മാറാമെന്ന് വെച്ചു. അണ്ണൻ എടുത്ത വാച്ച് ഓടുന്നില്ല, അപ്പോൾ അതും കൊടുത്ത് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങുവാണ്. എന്നിട്ട് നമുക്ക് ഫിലിം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇറങ്ങാം അണ്ണേ. ഇതാണ് ചെരുപ്പ്. ആഹാ, ഇതാണ് ചെരുപ്പ് കേട്ടോ. ഞാൻ 8 സൈസ് എടുത്തത്. എന്നിട്ടും എനിക്ക് കുറച്ച് അണ്ണൻ കുറച്ച് ഇല്ല ഇറങ്ങി കുറച്ച് പാദം വെളി കിടപ്പുണ്ട്. എന്നാൽ മാറാം, പിന്നെ മാറും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇറങ്ങി അണ്ണൻ. ഇവിടെ കുട്ടിപ്പൂച്ചയായിട്ട് കളിയാണ്. പോവാ ബാ, ഫോണൊക്കെ കൊണ്ട് തിരിച്ചു വെച്ചേരെ, പെട്ടെന്ന് അകത്ത് വെക്ക്. ബാ ബാ ബാ, അത്ത ഇറങ്ങി. ചുമ്മാ അതിനെ വീഡിയോ എടുക്കുവാണ്. കുഞ്ഞിപ്പൂച്ചുണ്ട്, വേറെ പ്രഗ്നന്റ് പൂച്ചയുടെ മൂക്കി അള്ളിയിട്ട് അതായത് ദേഷ്യപ്പെട്ട് എന്നിട്ട് ഇരുന്ന് കരയുന്നു. അതാണ് ഈ പ്രഗ്നന്റ് പൂച്ച. അല്ല, വേറെ ഇത് കിങ്ങി പൂച്ച. ഇതും പ്രഗ്നന്റാ. ശരി, അവരങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കട്ടെ. നമുക്ക് പോവാം. പ്രഗ്നന്റ് ആണെടി. അത്ത പറഞ്ഞു പ്രഗ്നന്റാണ്. വാ വാ. നമ്മളിത് ചെരുപ്പ് മാറാൻ വന്നു. എൻ്റെ ചെരുപ്പ് മാറണം. മോന് കുട്ടന് വീട്ടിലിടുന്ന ഒരു ചെരുപ്പ് എടുക്കാൻ വന്നയാ. നല്ലൊരു ചെരുപ്പ് നോക്കി എടുക്കുക. ഇങ്ങനെ ചെരുപ്പ് നോക്കുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ അളവ് വേറെ ഉണ്ടോ എന്ന് നോക്കുവാണ്. ചേച്ചി അകത്ത് വേറെ കാണത്തില്ലേ? ഈ ഇരിക്കുന്നേ ഉള്ളോ? ഇല്ല, അതുപോലത്തെയാ. പക്ഷെ അമ്മ നേരത്തെ മക്കളെ 8 ഇട്ടേ, അത് 9. അത് ഇട്ട് നോക്കുക, അന്നേരം ശരിയായിരിക്കും. ചെരുപ്പ് കാണാൻ രസമുണ്ട്, പക്ഷെ എനിക്ക് ഇട്ടോണ്ട് നടക്കുമ്പോൾ എന്ത് സുഖമില്ലായ്മ. ഭയങ്കര ഹീല്. പൊന്നൂസിന് വീട്ടിലിടാൻ ഒരു ചെരുപ്പെടുത്തു. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. ഭവി കെയർ ടേക്ക് ആ ഫിലിമാണ് കാണാൻ പോകുന്നത്. സമയം 9:32 ആയിട്ടോ. തുടങ്ങുന്നേ ഉള്ളൂ. എന്റെ അനുവാദം ഇല്ലാണ്ടതിന് കഴിച്ചാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു. നല്ല സിനിമയായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ഞങ്ങൾ അതെ കൊണ്ടൊക്കെ അങ്ങോട്ട് കെട്ടി വെച്ചേക്കും. അതിന് മുഖമൊക്കെ കഴുകിന്ന് ഇതാവണം. പൊന്നിസ് മോണ്ടന് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാ കളിക്കുന്നു. ഉറക്കവാ, അതുകൊണ്ട് ഉറക്കമില്ല. വന്നങ്ങട്ട്. എന്തായാലും നല്ല സിനിമ ആയിരുന്നില്ല. നല്ല ലവ് സ്റ്റോറി സിനിമയായിരുന്നു. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല പടമായിരുന്നു. രസമുണ്ടായി.
അങ്ങനെ എന്തായാലും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഡേ ദിവസം ഇങ്ങനെ അങ്ങ് പോയി, എങ്ങനെയൊക്കെയോ അങ്ങ് പോയി. എന്തായാലും സന്തോഷമായിട്ട് പോയി. അപ്പം മുത്തുമണി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തീരെ വയ്യ, ഭയങ്കര ക്ഷീണം. ബൈ ബൈ.